നമസ്കാരം, മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പെരുമ്പാവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർമാർ ഇടയുന്നു. മനോജ് മൂത്തേടൻ MLAയുടെ ഇടപെടലുകൾ സുഗമമായി ജോലി ചെയ്യാൻ തടസ്സമാകുന്നു എന്നാണ് ആക്ഷേപം. പോലീസിന്റെ NOC ലഭിക്കാതെ മൃതദേഹം ഫ്രീസറിൽ വയ്ക്കാൻ നിർബന്ധിച്ചുവെന്ന് ഡോക്ടർമാർ പറയുന്നു. പെരുമ്പാവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം മൃതദേഹം ഫ്രീസറിൽ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് MLA നടത്തിയ ഇടപെടലുകൾക്കെതിരെ ഡോക്ടർമാർ രംഗത്ത്. പോലീസിന്റെ NOC ഇല്ലാതെ മൃതദേഹം ഫ്രീസറിൽ വയ്ക്കാൻ നിയമം അനുവദിക്കുന്നില്ല. എന്നിട്ടും വാർഡ് മെമ്പറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മൃതദേഹം ഫ്രീസറിൽ വയ്ക്കാൻ MLA നിർബന്ധിച്ചുവെന്ന് ഡോക്ടർമാർ പറയുന്നു. 7/2026 ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഡ്യൂട്ടി എടുക്കുകയും ഡ്യൂട്ടിയിൽ ഇരിക്കവേ MLA വന്ന് ഡെഡ് ബോഡി ഫ്രീസറിൽ വെക്കണം, മെമ്പറിൻ്റെ ലെറ്റർ ഉണ്ട് പറയുകയും ചെയ്തു. തുടർന്ന് ഞാൻ പ്രോട്ടോക്കോളുകളെല്ലാം അദ്ദേഹത്തോട് വ്യക്തമാക്കിയതാണ്. വീട്ടിൽ സ്വാഭാവിക മരണമായിട്ട് വരണ ഡെഡ് ബോഡിക്ക് നമ്മൾ പോലീസിൻ്റെ NOC വേണമെന്നും അല്ലാത്ത പക്ഷം ഞാൻ ഡെത്ത് സർട്ടിഫൈ ചെയ്ത് പോലീസിന് ഇൻറ്റിമേഷൻ നൽകുമെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇത് രണ്ടും MLA കേൾക്കാൻ തയ്യാറാവാതെ എന്നോട് നിർബന്ധിതയായി മെമ്പറിൻ്റെ ലെറ്റർ കൊണ്ട് മാത്രം ഫ്രീസറിലേക്ക് വെക്കണമെന്ന് നിർബന്ധിച്ചു. തുടർന്ന് ഞാൻ ഇവിടുത്തെ ഹയർ അതോറിറ്റീസ് RMO സൂപ്രണ്ട് ഇവരൊക്കെ അറിയിച്ചതായിരുന്നു. അവരെല്ലാം ഫോൺ കോളിന് ശേഷം എന്നോട് MLA എന്താണ് പറയണത് അതുപോലെ തന്നെ ചെയ്യാനാണ് പറഞ്ഞത്. ഫ്രീസറിലേക്ക് ബോഡി വയ്ക്കാൻ തന്നെയാണ് പറഞ്ഞത്, ഇൻറ്റിമേഷൻ വിടാതെ. അന്ന് എനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ ഇന്നും മാറിയിട്ടില്ല. ഇന്ന് ഒരാഴ്ച കഴിയാനായി. ഇന്ന് ഞാൻ ഡ്യൂട്ടി എടുക്കുന്നത് ഇവിടുത്തെ ഡോക്ടേഴ്സ് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. എനിക്ക് ഇന്നും യാതൊരുവിധ ആത്മാർത്ഥതയോടുകൂടി അതിനുശേഷം ജോലിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കാഷ്വാലിറ്റിയിൽ ഇത്രയും ഡോക്ടേഴ്സിന് ഷോർട്ടേജാണ്. ഷോർട്ടേജ് ഉള്ളത് പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ഡോക്ടേഴ്സിനെ എക്സ്ട്രാ ഇട്ടേക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഷോർട്ടേജ് മാറിയിട്ടുമില്ല. വന്ന ഡോക്ടേഴ്സിനോട് മര്യാദയോടുകൂടി ഗവൺമെൻറ്റിന് സമീപിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ മുന്നേയും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടും ഫ്രീസറിന് വേണ്ടി അടി ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഫ്രീസറിൻ്റെ ഉത്തരവാദിത്വം പോലീസിനാണെന്ന് പറഞ്ഞിട്ടും പോലീസ് ഇതിന് NOC കൊടുക്കാനോ അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ തയ്യാറായിട്ടില്ല. ഹയർ അതോറിറ്റീസ് വെറുതെ അല്ല പറഞ്ഞത്. ഹയർ അതോറിറ്റീസിനോട് MLA സംസാരിച്ചിട്ടുണ്ട്. MLAയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ വെച്ചത്. ഹയർ അതോറിറ്റീസ് ഇൻഫ്ലുവൻസ്ഡ് ആയതാണ്. MLA വന്ന് പറയുമ്പോൾ ഇവിടെ അന്ന് എത്രത്തോളം തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാഷ്വാലിറ്റിയിൽ എന്താണ് തിരക്കെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. MLAയുടെ കൂടെ ഉള്ളവർ വരുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനി മുന്നേ ഉണ്ടായിരുന്ന സമയത്ത് വേറൊരു ഡോക്ടറിൻ്റെ സമയത്ത് രാത്രി ഇതുപോലെ തന്നെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അന്ന് രാത്രി മോർച്ചറി നമ്മുടെ ബാക്കിലാണ്. അവിടെ ഒരുപാട് വെളിച്ചമൊന്നുമില്ല. ആ സ്ഥലത്താണ് ഡെഡ് ബോഡി കൊണ്ടിറക്കുന്നത്, കാഷ്വാലിറ്റിയിലേക്കല്ല. അവിടെ പോയാണ് നമ്മൾ ഡെത്ത് സർട്ടിഫൈ ചെയ്യണത്. ഇത്രയൊക്കെ ഒരു MLA വന്നിട്ട് പോലും കാഷ്വാലിറ്റിയിലേക്ക് ബോഡീനെ അന്ന് കൊണ്ടുവന്നിട്ടില്ല. ഞാനും ആ മോർച്ചറിയുടെ അവിടെ പോയാണ് ഡെത്ത് നോക്കിയത്, പേഷ്യൻറ്റിൻ്റെ ഡെത്ത് സർട്ടിഫൈ ചെയ്തത്. ഉന്നതാധികാരികളെ ഇക്കാര്യം അറിയിച്ചപ്പോൾ MLA പറയുന്നത് ചെയ്തു കൊടുക്കൂ എന്നാണ് ലഭിച്ച നിർദ്ദേശമെന്നും ഡോക്ടർമാർ കൂട്ടിച്ചേർത്തു. MLAയുടെ അനാവശ്യ ഇടപെടലുകൾ സുഗമമായി ജോലി ചെയ്യാൻ തടസ്സമാകുന്നു എന്നാണ് ആക്ഷേപം. പോലീസ് നൽകുന്ന NOC നിർബന്ധമാണെന്നിരിക്കെ മാനസികമായി തളർത്തുന്ന തരത്തിലുള്ള MLAയുടെ ഇടപെടൽ ജോലിക്ക് വിഘാതം സൃഷ്ടിക്കുന്നു എന്നും ഡോക്ടർമാർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.